Earnest Academy പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ദാറ്റ് ഈസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുഡ് ബോൺ ഡിസീസസിനെ കുറിച്ചാണ് പഠിച്ചത്. ഫുഡ് ബോൺ ഡിസീസസ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷനിൽ വരുന്നത് മെയിൻ ആയിട്ട് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആൻഡ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ ആണ്. ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ബാക്ടീരിയൽ, വൈറസ്, പാരസൈറ്റ്സ് ആൻഡ് ഓൾസോ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻസ് ടോക്സിക് റിലേറ്റഡ് ആയതുകൊണ്ട്, ടോക്സിൻസ് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷനിലാണ് പഠിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ഫുഡ് ബോൺ അതിൻ്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയി ഫുഡ് ബോൺ ഡിസീസസിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയി ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. So foodborne intoxication എന്ന് പറയുമ്പം it is caused by consumption of food containing നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ മേ ബി ബയോടോക്സിക്കൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടിഷ്യൂസ് പ്ലാന്റ് ടിഷ്യൂസിലുള്ള എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസ് ആവാം, ആനിമലിലുള്ള ഏതെങ്കിലും ടിഷ്യൂസിലുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ആവാം. ദാറ്റ് ഈസ് കോൾഡ് എസ് ബയോടോക്സിക്കൻസ്. പിന്നെ വരുന്നത് മെറ്റബോളിക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ടോക്സിൻസ് ഫോം ചെയ്ത, അതായത് അവരുടെ ഒരു മെറ്റബോളിക് പ്രോഡക്ട്സിലൂടെ ആനിമൽ ആവാം, മൈക്രോ ഓർഗാനിസം ആവാം, അവരുടെ മെറ്റബോളിസം വഴി നമ്മളുടെ അവരുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോലൈറ്റ്സ് ആണ് നമ്മൾ ടോക്സിൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ഫുഡ്, അല്ലെങ്കിൽ അതിൻ്റെ ബോഡി തന്നെ ഫോം ചെയ്യാം ഈ മെറ്റബോളിക് പ്രോഡക്ട്സ്. അതാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്. So these metabolic products may be formed and excreted by the microorganism such as bacteria, fungi, algae എല്ലാം ഈ metabolic products form ചെയ്യും, അത് excrete ചെയ്യും. ആൻഡ് ഈ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഈ മെറ്റബോളിക് പ്രോഡക്ട്സ് നമ്മളുടെ ബോഡിയിൽ വന്നിട്ട് അത് ഇൻഫെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ത്രൂ ദീസ് മെറ്റബോളിക് പ്രോഡക്ട്സ് വിച്ച് ആർ ബേസിക്കലി ടോക്സിൻസ്. പിന്നെ വരുന്നത് പോയ്സണസ് സബ്സ്റ്റൻസിലൂടെ ആവാം. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ ഇൻറ്റൻഷനലി മനഃപൂർവ്വം നമ്മൾ ഈ പോയ്സണസ് സബ്സ്റ്റൻസ് ഫുഡിൽ വരുന്നത്, അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും കണ്ടെയ്നർ ആവാം. ഫുഡ് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്ത് കണ്ടെയ്നറിലാവാം, പക്ഷെ അതിൻ്റെ കണ്ടെയ്നറിലൂടെ വരുന്ന ലീച്ച് ചെയ്ത് വരുന്ന ടോക്സിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ പോയ്സണസ് സബ്സ്റ്റൻസസ്, അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ കാരണം ആ ഒരു റിയാക്ഷൻ ഫുഡിലുള്ള ആ ഒരു കെമിക്കൽ കോമ്പണൻസ് ആ ഒരു ടെമ്പറേച്ചറിൽ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ വരുന്ന റിയാക്ഷൻസ് കാരണം വരുന്ന poisonous substance ആവാം. So it might be caused by consumption of food containing biotoxicants, that is plant അല്ലെങ്കിൽ animal tissuesൽ കാണുന്ന കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വഴി, അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോഡക്ട്സ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിസം വഴി അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സ് ഒരു ടോക്സിനായി മാറും. ആൻഡ് പോയ്സണസ് സബ്സ്റ്റൻസസ് ദാറ്റ് ഈസ് ഇന്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി ആഡഡ് ടു ദ ഫുഡ് വഴി നമുക്ക് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ് വരും. സോ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ് ദേ ഹാവ് എ വെരി ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ്. സോ ദാറ്റ് ഈസ് അത് നമ്മളുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് നേരം കൊണ്ട് തന്നെ, മിനിറ്റ്സ് ടു അവേഴ്സ് കൊണ്ട് തന്നെ സിംറ്റംസ് ഡെവലപ്പ് ആവും. ആൻഡ് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ലാക്ക് ഓഫ് ഫീവർ. അങ്ങനെ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് കൂടുതലും നമ്മളെല്ലാം സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഫീവർ ഒരു കോമൺ സിംറ്റം ആയിരുന്നു. പക്ഷെ ടോക്സിൻ വഴി, ദാറ്റ് ഈസ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ, ബാക്ടീരിയൽ ടോക്സിനോ ഫംഗൽ ടോക്സിനോ അല്ലെങ്കിൽ ആൽഗെ വഴി വരുന്ന ടോക്സിൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ടിഷ്യൂസോ എന്തെങ്കിലും പോയ്സണസ് ആയിട്ടുള്ള കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഫീവർ വരത്തില്ല, അതിൻ്റെ സിംറ്റംസ് വേറെ ആയിരിക്കും. സോ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ, ഫംഗൽ ഇൻടോക്സിക്കേഷൻ, chemical intoxication, plant intoxicants and poisonous animals. So bacterial intoxication, that is bacteria vadi, fungal intoxication fungus vadi varunathu, chemical intoxication that is chemicals endengilum heavy metals, pesticides adu vadi namukku varunathu. And plant toxicants, ഏതെങ്കിലും പ്ലാന്റിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം പോയ്സണസ് ആയിട്ടുള്ളത്, നമ്മൾ ചില പ്ലാന്റിൻ്റെ സീഡ് ആവാം, അതിൻ്റെ
വേറെ എന്തെങ്കിലും ഒരു പാർട്ട് അതിൻ്റെ പീലായിരിക്കാം. ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന ടോക്സിക് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇൻഫെക്ഷൻ, അതാണ് പ്ലാന്റ് ടോക്സിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പോയ്സണസ് ആനിമൽസിലൂടെ. ചില ആനിമൽസിൻ്റെ ചില പാർട്ടായിരിക്കാം പോയ്സണസ് ആവുക, ചില ആനിമൽസിൽ അതിൽ വെനമസ് വിഷം കാണും. അത് നമ്മൾ കഴിച്ച് ആ ആനിമൽസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസീസ് ആണ് ദറ്റ് ഈസ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. ദറ്റ് ഈസ് ടോക്സിക് സബ്സ്റ്റൻസ് ആ ഒരു പ്രൊഡക്റ്റിൽ, ആ ഒരു ആനിമൽ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, ഫംഗസിൽ കണ്ടിട്ട് ആ ബാക്ടീരിയ അല്ലെങ്കിൽ ആ ടോക്സിൻ നമ്മളുടെ ഫുഡിൽ വന്നിട്ട് ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഡിസീസാണ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. സോ ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷന് നമുക്ക് മെയിനായിട്ട് 4 എണ്ണം ഉണ്ട്. ദാറ്റ് ഇസ് സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ഇൻടോക്സിക്കേഷൻ, സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ഇൻടോക്സിക്കേഷൻ, ബാസിലസ് സീരിയസ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ, ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ ആൻഡ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. സോ സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ ആസ് അത് വരുന്നത് ദാറ്റ് ഇസ് സ്റ്റാഫിലോകോക്കസ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻറ്ററോടോക്സിൻ വഴി. എൻറ്ററോ എന്ന് പറയുമ്പം കൂടുതലും ഗ്യാസ്ട്രോ ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, അതിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന, അതിനെ ബാധിക്കുന്ന ടോക്സിൻസിനെ നമ്മൾ എൻറ്ററോടോക്സിൻ എന്ന് പറയും. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ കോസ്ഡ് ബൈ കൺസംഷൻ ഓഫ് ഫുഡ് contaminated with staphylococcal enterotoxins. It is staphylococcal enterotoxin പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ഉള്ള ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ we will get this staphylococcus aureus foodborne intoxication. So the organism produces different types of enterotoxins. അത് വരുന്നതാണ് staphylococcal enterotoxin A, enterotoxin B, enterotoxin C, D and E. So ഇതേപോലെ 5 enterotoxins ആണ് ഈ Staphylococcus aureus പ്രൊഡ്യൂസ് ചെയ്യുന്ന toxins. So ഈ enterotoxin ഒന്നെങ്കിൽ ഈ Staphylococcus organism ഒരെണ്ണം മാത്രമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ they can produce one or more type of this enterotoxin. So Bacillus cereus, next വരുന്നത് Bacillus cereus intoxication ആണ്. Bacillus cereus intoxication, again it is produced by this is an enterotoxin which is produced by Bacillus cereus organism. So even ഈ enterotoxin, there are 2 main types. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന Bacillus cereus പ്രൊഡ്യൂസ് ചെയ്യുന്ന enterotoxin mainly 2 types ഉണ്ട്. Diarrheal enterotoxin and emetic toxin. Diarrheal enterotoxinൽ തന്നെ വരുന്നതാണ് hemolysin BL enterotoxin, non-hemolytic enterotoxin and cytotoxin K. So exam point of view ല് നോക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണം, that is hemolysin BL enterotoxin അല്ലെങ്കിൽ non-hemolytic enterotoxin, cytotoxin K, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ ഏത് ഓർഗാനിസമിലൂടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബാസിലസ് സീരിയസ്. ഓക്കെ, ബാസിലസ് സീരിയസ് ഇൻടോക്സിക്കേഷനിലൂടെ നമുക്ക് വരുന്നതാണ് ഡയറിയൽ, ദാറ്റ് ഇസ് they produce Bacillus cereus produce diarrheal enterotoxin and emetic toxin. നെക്സ്റ്റ് വൺ ആണ് Clostridium perfringens intoxication. ഇത് നമ്മൾ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ്റെ പഠിച്ചപ്പോഴും നമ്മൾ Clostridium perfringens ഇൻഫെക്ഷൻ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് ആ ഓർഗാനിസം ആ കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡ് കഴിക്കുമ്പോൾ വരുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻ. ഇൻടോക്സിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഈ Clostridium perfringens produces toxin. That is gastrointestinal tractൽ ഈ enterotoxigenic strains, that is toxin പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്ട്രെയിന് വളർന്ന് നമ്മളുടെ ബോഡിയിൽ ടോക്സിൻ റിലീസ് ചെയ്തിട്ട് അതുണ്ടാക്കുന്ന സിംറ്റംസ് ആണ്. ഈ Clostridium perfringens എന്ന് പറയുന്നത് ദീസ് ആർ സ്പോർ ഫോമിങ് ആനറോബിക്, ദാറ്റ് ഈസ് അവർക്ക് വളരാൻ ഓക്സിജന്റെ ആവശ്യമില്ല, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദേ ആർ റെസിസ്റ്റന്റ് ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാസിലസ് ആണ് ഈ Clostridium perfringens. So this foodborne intoxication caused by Clostridium is caused by the ingestion of food containing large number of vegetative cells of enterotoxigenic Clostridium perfringens type A, some type C and D strains. That is type A, type C and type D strains ആണ് enterotoxigenic enterotoxins പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മളുടെ ബോഡിയിൽ വളർന്നു കഴിയുമ്പം you can have this kind of toxins.
So the cells multiply in the intestine, they sporulate and release a Clostridium perfringens enterotoxin. That is Clostridium perfringens type A, C and D. നമ്മുടെ intestine വളർന്ന് they produce this enterotoxin. So these നേരത്തെ നമ്മൾ ബോട്ടുലിനം ടോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോട്ടുലിനം ടോക്സിനിൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോട്ടുലിൻ ടോക്സിൻ ഫുഡിൽ വന്ന് ചിലപ്പം ആ ഫുഡ് ആ ഓർഗാനിസം കില്ലായിട്ടുണ്ടാവും ത്രൂ എനി കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ. പക്ഷേ ആ ടോക്സിൻ ഓൾറെഡി ആ ഫുഡിൽ ഉണ്ടാവും. ആ ഫുഡ് കഴിച്ച് ആ ടോക്സിൻ കണ്ടാമിനേറ്റഡ് ആയ ആ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഈ ഡിസീസ് വരും. സെയിം വേ ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസും അതേപോലെ തന്നെയാണ്. ഈ ടോക്സിൻ ഓൾറെഡി ഫുഡിലുണ്ടെങ്കിൽ ആ ഫുഡ് കഴിച്ചാലും വി വിൽ ഹാവ് സിംറ്റംസ് ദാറ്റ് മേ occur in 1 to 2 hours. Next is Clostridium botulinum foodborne intoxication, which causes botulism. So botulism, Clostridium botulinum എന്ന് പറയുന്നത് it is an obligate, that is strict anaerobic condition, that is oxygen ഇല്ല, അവർക്ക് ആവശ്യമില്ല ഓക്സിജൻ വളരാൻ വേണ്ടിയിട്ട്. And these are also spore forming, that is highly resistant organism ആണ്, heat resistant organism ആണ്, and gram positive bacilli ആണ് Clostridium botulinum. These strains, that is Clostridium botulinum, are divided into proteolytic and non-proteolytic types according to whether they hydrolyze protein or not. That is, protein hydrolyze cheyo illyo enna reethiyilana avare proteolytic and non-proteolytic strains undu. So intoxication, Clostridium botulinum produces botulin toxin, that is A, B, E, F and G. So A, B, E, F and G toxin, botulin toxins ഉണ്ട്. And infantsനെയും ഇത് botulin, infantile botulin toxins ഉണ്ട്. So these toxins are neurotoxins. Enterotoxins ആണ്, പക്ഷെ these are also neurotoxins. These are highly toxin, heat labile, that is heat stable ആണ്. ഒരു above 80 degrees Celsius ഒക്കെ ആവുമ്പോഴേ ഇത് that is inactivate ആവത്തുള്ളൂ. And unstable at alkaline pH, that is most of the foods നമ്മളുടെ നോക്കുവാണെങ്കിൽ പിക്കിൾസ് ആണെങ്കിലും canned foods ആണെങ്കിലും എല്ലാം ഒരു ന്യൂട്രൽ pHന്റെ താഴെയാണ്. ആൽക്കലൈൻ pHലേക്ക് above 7 pH റേഞ്ചിലുള്ളത് വളരെ കുറവാണ്. പക്ഷേ ഇവർ അൺസ്റ്റേബിൾ ആവുന്നത് above pH, that is alkaline pHലാണ്. സോ canned foods, pickles ആണെങ്കിലും ജ്യൂസസ് ആണെങ്കിലും എല്ലാം ഈ ഒരു pH below pH 7 they are very stable. So properly അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ബോട്ടുലിൻ ടോക്സിൻ ഫുഡിൽ വന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് foodborne intoxication വരും. These are also resistant to pepsin and acidic environment. Pepsin എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ്. സോ അത് ആ എൻസൈം, ദറ്റ് ഇസ് ആ പെപ്സിനും അതിന് റെസിസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള മെക്കാനിസം വഴിയാണെങ്കിലും മെറ്റബോളിസം വഴിയാണെങ്കിലും ഇത് ഡെസ്ട്രോയ് ആവില്ല. So these are also resistant to actions of gastric and intestinal juices. നമ്മുടെ ബോഡിയിലുള്ള intestinal juices, gastric juices എല്ലാം ഇത് resistant ആണ് ഈ toxin. And botulinum toxin is one of the most lethal poisons known. ഏറ്റവും lethal ആയിട്ടുള്ള, ഏറ്റവും causing, that is which causes death. That is അതാണ് ഈ ബോട്ടുലിൻ ടോക്സിൻ എന്ന് പറയുന്നത്. ലീതൽ ഡോസ് എന്ന് പറയുന്നത് 10 മൈക്രോഗ്രാം ആണ്. 10 മൈക്രോഗ്രാം ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ കൺസ്യൂം ചെയ്തു പോയാൽ this will cause death. So next is fungal intoxication. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് Staphylococcus aureus intoxication, Bacillus cereus foodborne intoxication, and Clostridium perfringens intoxication, and Clostridium botulinum intoxication. Next വരുന്നത് fungal intoxication. So these are caused by consumption of metabolites that is produced by fungi when growing in food. That is metabolites. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ biotoxicants ഉണ്ട് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ബയോടോക്സിൻസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെറ്റബോളിക് പ്രോഡക്ട്സ് ഓഫ് ബാക്ടീരിയ, ഫംഗൈ അല്ലെങ്കിൽ ആൽഗയാണ് ഈ പറയുന്ന ടോക്സിൻസ്. ഓക്കെ, അതിൽ ഫംഗൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ് മൈക്കോടോക്സിൻ എന്ന് പറയുന്നത്. സോ ഫംഗൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റബോളിക് പ്രോഡക്ട്സ് ആണ്
toxin, that is fungus ആയതുകൊണ്ട് it is called as mycotoxin. Mycology, study of fungus ആണ്. So mycotoxin എന്ന് പറയുമ്പോൾ it can be related to fungus. So fungus produce ചെയ്യുന്ന ഒരു metabolic product ആണ് mycotoxin. So grains, oil seeds, fruits and vegetables are mostly involved if they are stored at high humidity or if they are not properly dried after storage. So it is grains ആവാം, oil seeds ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് അത് പ്രോപ്പർലി ഡ്രൈ ചെയ്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ ഹൈലി ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് കണ്ടീഷനിലാണ്, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള, അതായത് നല്ല ഈർപ്പമുള്ള ഒരു റൂമിൽ ഈ ഗ്രൗണ്ട് നട്ട്സ് ആണെങ്കിലും ഓയിൽ സീഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഈർപ്പമുള്ള കാരണം there is possibility of this fungus growing and producing this toxin. So poor or dry storage practices of grains or other foods leads to mold growth and production of this mycotoxin. So fungal intoxications എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. That is mycotoxins വഴിയാണ് നമ്മൾ fungal intoxication വരുന്നത്. So one of the mycotoxin is aflatoxin. Aflatoxin is produced by majorly Aspergillus flavors ആണ്. ഇത് കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരുന്നതാണ്. Aflatoxin is produced by Aspergillus flavors. Also Aspergillus parasiticus also produces this aflatoxin. So majorly Aspergillus flavors ആണ് aflatoxin produce ചെയ്യുന്നത്, and parasiticus also produces this aflatoxin. ഇത് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫംഗൽ ടോക്സിൻസ് എല്ലാം വരുന്നത് ത്രൂ ഗ്രെയിൻസ്, ഓയിൽ സീഡ്സിലൂടെ എല്ലാം വരും, ട്രീ നട്ട്സിലൂടെ എല്ലാം, ദറ്റ് ഇസ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വരും, ആൻഡ് പീനട്ട്സ്, കോൺ, കോട്ടൺ സീഡ്, ട്രീ നട്ട്സ് ഇതിലെല്ലാം കണ്ടാമിനേറ്റ് ചെയ്ത് സാധനം നമ്മൾ കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും എല്ലാം നമുക്ക് ഈ aflatoxin ഇൻഫെക്ഷൻ വരും. ആൻഡ് ദ ഹെൽത്ത് ഇഫക്റ്റ് ഇസ് കാർസിനോജനിക്, ദാറ്റ് ഇസ് ലിവർ ക്യാൻസർ ആണ് മെയിൻലി aflatoxin വഴി വരുന്നത്. നെക്സ്റ്റ് മൈക്കോടോക്സിൻ ആണ് ochratoxin. Ochratoxin is produced by Aspergillus ochratius and also Penicillium verrucosum. And this is through cereals varam, coffee beans looda varam, wine looda varam, that is fruits. Fruits alla, that is initially from the raw material itself namakku adilku undakkunna aa product vadi namukku varam chance. So anganeyana wine looda varunnathu, dried fruits looda ochratoxin nammude body il vannittu namukku diseases varam, that is nephrotoxic aanu, kidney adinekka baadhikkum, and it is also carcinogenic. Next mycotoxin is fumonisin. Fumonisin is caused by Fusarium verticilloides and also Fusarium proliferatum. So maize, sorghum and other grains-ലാണ് ഈ fumonisin കൂടുതലും കാണുന്നത്, and it is associated with esophageal cancer, neural tube defects. ഇതെല്ലാമാണ് ഇതിൻ്റെ ഹെൽത്ത് ഇഫക്ട്സ്. ദാറ്റ് ഈസ് fumonisin കാണുന്നത് maize, sorghum അങ്ങനത്തെ ഗ്രെയിൻസിലൂടെയാണ് കൂടുതൽ, കോൺ ഗ്രെയിൻസിലാണ്, പീനട്സിലെല്ലാം നമുക്ക് ഈ fumonisin വരാൻ ചാൻസ് ഉണ്ട്. Deoxynivalenol, that is DON, it is produced by Fusarium graminearum or Fusarium culmorum. So രണ്ട് fungus, that is Fusarium graminearum and Fusarium culmorum produces deoxynivalenol, DON toxin. Wheat, barley, maize ഇതിലെല്ലാം ഈ ടോക്സിൻ കാണുന്നതാണ്. ആൻഡ് ഈ ഓർഗാനിസം ഉണ്ടാവും, ഈ ഓർഗാനിസം ആണ് ഈ ഡോക്സിനിവാലോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വോമിറ്റിംഗ്, feed refusal, that is വിശപ്പില്ലായ്മ, and immune suppression, immunity നല്ലോണം കുറയുകയും ചെയ്യും. നെക്സ്റ്റ് is zearalenone, that is Fusarium produced by again Fusarium graminearum and Fusarium culmorum. So these two organisms, Fusarium graminearum and Fusarium culmorum, produces deoxynivalenol and zearalenone. So this is affected അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ maize, wheat, barley, sorghum ഇതിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യും. ആൻഡ് നമുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ആ ഇൻഫെക്റ്റ് ചെയ്ത കമോഡിറ്റി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എസ്ട്രോജനിക് എഫക്ട്സ് ഉണ്ടാവും, റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാവും, ദറ്റ് ഇസ് ഹോർമോൺസ് ഇംബാലൻസ് ആണ് കൂടുതലും വരുന്നത്. സോ മൈക്കോടോക്സിൻ വരുമ്പം വി ഹാവ് aflatoxin, ochratoxin, fumonisin, deoxynivalenol and zearalenone.
ലിനോൺ. നെക്സ്റ്റ് ഫംഗൽ ഇൻടോക്സിക്കേഷൻ വരുന്നതാണ് പാറ്റുലിൻ. പാറ്റുലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പെനിസീലിയം എക്സ്പാൻസം ആൻഡ് അതർ പെനിസീലിയം സ്പീഷീസ്. ഇതും പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നതാണ്. പാറ്റുലിനം ഈസ് ഡാഷ്, അല്ലെങ്കിൽ മൈക്കോടോക്സിൻ ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ എന്തെങ്കിലും കെമിക്കൽ ടോക്സിക്കൻ്റ് ആണോ എന്നുള്ള ഓപ്ഷൻസ് തരും. സോ ഇറ്റ് ഈസ് എ mycotoxin. And it is next question ആണ് patulin is produced by penicillium expansum and other penicillium species എന്നും നമുക്ക് ഓപ്ഷൻസിൽ കൊടുക്കും. പക്ഷെ പർട്ടിക്കുലർലി ചോദിക്കുകയാണെങ്കിൽ penicillium expansum ആണ് patulin പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ mycotoxin. ആപ്പിൾസ്, പെയർസ്, ഗ്രേപ്സിലൊക്കെയാണ് ഈ മൈക്കോടോക്സിൻ ഉണ്ടാവുക. ദറ്റ് ഈസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഇറിറ്റേഷൻ ആൻഡ് പൊട്ടൻഷ്യലി ചിലത് ഭയങ്കര പാത്തോജനിക് ആവും, അല്ലെങ്കിൽ ഈ ടോക്സിൻ പാത്തോജനിസിറ്റി കൂട്ടി കാർസിനോജനിക് ആവാനും ചാൻസ് ഉണ്ട്. T2 toxin. This is caused by Fusarium sporotrichioids and it is also caused by Fusarium po. And the commodity is wheat, oats, barley, maize. ഇതെല്ലാം കണ്ടാമിനേറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ആണ് T2 toxin. And skin irritation, hemorrhaging and immunosuppression ആണ് ഇതിൻ്റെ health effect. Next is citrinin. Citrinin is caused by Penicillium citrinum and Penicillium verrucosum. So Penicillium verrucosum നമ്മൾ നേരത്തെ ഇതിലും പഠിച്ചു. Ochratoxin is produced by Penicillium verrucosum and also it produces citrinin. Majorly Penicillium citrinum ആണ്. And rice, wheat, barley, corn ഇതിലെല്ലാം ഈ ഓർഗാനിസം ഗ്രോ ചെയ്ത് അത് കണ്ടാമിനേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഈ ടോക്സിൻ സിട്രിനിൻ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ആർ നെഫ്രോടോക്സിക്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരും. ഹെപ്പറ്റോടോക്കിക്, ലിവർ, പൊട്ടൻഷ്യലി കാർസിനോജനിക്കും ആണ്. ആൻഡ് ergot alkaloids caused by, that is ergotism എന്ന് പറയും ഡിസീസ്. And claviceps purpurae, this is also found in many competitive exams. That is ergotism is caused by claviceps purpurae. Ergot toxin ആണ് ergotin അല്ലെങ്കിൽ ergot alkaloids എന്ന് പറയുന്നത്. And it is caused by claviceps purpurae. എവിടെയാണ്? മേജർലി റൈ, വീറ്റ്, ബാർലി ആൻഡ് ഓട്സിലൊക്കെയാണ് ഈ ഓർഗാനിസം ഗ്രോ ചെയ്ത് അത് കണ്ടാമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ergot alkaloids. ergot കോസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ergotin toxin ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ claviceps purpurae. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ergot alkaloids അല്ലെങ്കിൽ ergotin is produced by claviceps purpurae and it is found in rye, wheat, barley and oats. Next is sterigmatocystin. Sterigmatocystin is produced by Aspergillus versicolor or Aspergillus nudulens. This is found in, this contaminates grains, nuts and spices, and these are hepatotoxic, genotoxic and carcinogenicum ആണ്. So Aspergillus versicolor or Aspergillus nudulens produces sterigmatocystin. So these are all fungal intoxications cause ചെയ്യുന്ന ഡിസീസസ് ആണ്. അല്ലെങ്കിൽ ആ മൈക്കോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ മൈക്കോടോക്സിൻസ് നമ്മളുടെ ബോഡിയിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണ്. യൂഷ്വലി മൈക്കോടോക്സിൻസ് ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ മിക്ക മൈക്കോടോക്സിൻസും കാർസിനോജനിക് ആണ്. And it grows, these organisms grows in grains, cereals, fruits and vegetables. Dry ആയിട്ടുള്ള highly humid conditions സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് ഈ ഓർഗാനിസം ഗ്രോ ചെയ്ത് മൈക്കോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻടോക്സിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് ആണ് കെമിക്കൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. സോ ബാക്ടീരിയൽ ആയി, ഫംഗൽ ആയി ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽ. കെമിക്കൽ വരുമ്പം ഹെവി മെറ്റൽസിലൂടെ നമുക്ക് വരും. ദറ്റ് ഈസ് ആൻറ്റിമോണി, മെർക്യുറി, ആർസനിക്, ഫ്ലോറൈഡ്, ലെഡ്, കാഡ്മിയം ആൻഡ് സൈനൈഡ് എല്ലാം വഴി വരുന്ന ഹെവി മെറ്റൽസ് കാരണം നമുക്ക് വരുന്ന ഇൻടോക്സിക്കേഷൻ ആണ്. പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്, DDT ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോപ്പർലി നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓർഗനോക്ലോറിൻസ്, ഓർഗനോഫോസ്ഫേറ്റ്സ് ഒക്കെ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഗ്രെയിൻസ് ആവാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഓർ വെജിറ്റേഷൻസ് ഏതെങ്കിലും ആവാം, ഇതിലെല്ലാം പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം നമുക്ക് വരുന്ന ഇൻടോക്സിക്കേഷൻ ആണ് കെമിക്കൽ ഇൻടോക്സിക്കേഷൻ. സിമിലർലി ഹെർബിസൈഡ്സ്, ഫംഗിസൈഡ്സ്, പ്രിസർവേറ്റീവ്സ്, ദാറ്റ് ഈസ് നൈട്രൈറ്റ്സ്, നിക്കോട്ടിനേറ്റ്, ഏതെങ്കിലും പൊട്ടാഷ്യം ഹൈബ്രിഡ് ആയിട്ടുള്ള ഏതെങ്കിലും നിക്കോട്ടിനേറ്റ്, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ്. ചിലർക്ക് ഭയങ്കരമായിട്ട് അലർജിക് ആയിട്ടുള്ളവർ ആൻറ്റിബയോട്ടിക്സ് മീറ്റിലൊക്കെ അല്ലെങ്കിൽ പോൾട്രിയിലൊക്കെ ആൻറ്റിബയോട്ടിക്സ്
ഇഞ്ചെക്ട് ചെയ്തിട്ട് വരുന്ന ഇതിലൂടെ നമുക്ക് intoxication varum, and radionuclides, that is usually soil lode ekka varnalum namukku chemical foodborne intoxication varum. Next is biotoxication. Biotoxications varunathu ingestion of poisonous substances that is present in the body of a plant or animal. Plant allengi animal ipo namukku ariyam chella animal poisonous aanu allengi chella animal inde body tissues il edengil oru part poisonous aanengi adu nammal കഴിച്ചഴിഞ്ഞാൽ we will have this intoxication. allengi chella plant material and the seed avam allengi adinte core allengi peel avam adu endengil nammal consume cheyyuvanengil adil toxic substances undav. So these are biotoxications or biotoxins. So these substances are derived from plants or animals as a result of metabolic activities. That is, idellam avarde metabolic activities, a plant allengi animal inde metabolic activities lode varunna oru metabolic product aanu. Aa product nammal കഴിച്ചു കഴിഞ്ഞാൽ we will have this intoxication. So mostly species of fish, shellfish lekkeയാണ് ഈ ബയോടോക്സിൻസ് കാണുന്നത്. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആനിമൽ ബയോടോക്സിക്കേഷൻസ്. ആനിമൽ ബയോടോക്സിക്കേഷൻസ് ക്യാൻ റിസൾട്ട് ഫ്രം കൺസംഷൻ ഓഫ് പോയ്സണസ് ആനിമൽസ്. ദറ്റ് ഈസ് ആനിമൽ ടിഷ്യൂസ് മേ ബി റെൻഡേർഡ് പോയ്സണസ് ബൈ ബാക്ടീരിയൽ ഓർ എൻസൈമാറ്റിക് ഡികമ്പോസിഷൻ. ബാക്ടീരിയ ആ ടിഷ്യൂസിൽ വന്ന് അത് ഡികമ്പോസ് ചെയ്തിട്ട് ആ ഒരു ടിഷ്യൂ, ആനിമൽ ടിഷ്യൂ നമുക്ക് പോയ്സണസ് ആയി മാറാം. അല്ലെങ്കിൽ എൻസൈം ഡികമ്പോസ് ചെയ്തിട്ട് അത് ആ ടിഷ്യൂ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗൻ ആനിമലിൻ്റെ ഇത് പോയ്സണസ് ആയി മാറാം. സോ ആനിമൽ ടിഷ്യൂസിൽ ബാക്ടീരിയ ഡികമ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻസൈമാറ്റിക് ഡികമ്പോസിഷൻ വഴി ആ ഒരു ആനിമൽ ടിഷ്യൂ പോയ്സണസ് ആയി മാറാം. സോ പ്രൈമറി ടോക്സിസിറ്റി ജനറലി occurs due to inherent toxicants that arise due to normal metabolic processes. അതായത് ആ ആനിമൽ ടിഷ്യൂവിൻ്റെ നോർമൽ അല്ലെങ്കിൽ ആനിമൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ടിഷ്യൂവിൻ്റെ നോർമൽ മെറ്റബോളിക് പ്രോസസ്സിലൂടെ വരുന്ന ഒരു പ്രോഡക്റ്റിലൂടെയാണ് നമുക്കത് ടോക്സിക് ആയി മാറുന്നത്. So secondary toxicity arises due to external toxicants, that is heavy metals, അല്ലെങ്കിൽ pesticides, അല്ലെങ്കിൽ എന്തെങ്കിലും herbicides, അതിൽ നമ്മൾ ഡ്രഗ്സ് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സോ എന്തെങ്കിലും ഒരു ഡ്രഗ് നമ്മൾ അത് മീറ്റ് അല്ലെങ്കിൽ പോൾട്രിയിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ടോക്സിക് ആയി മാറാം. സോ പ്രൈമറി ടോക്സിസിറ്റി എന്ന് പറയുന്നത് ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ യൂഷ്വൽ നോർമൽ ആയിട്ടുള്ള മെറ്റബോളിക് പ്രോസസ്സിൽ ഒരു പ്രൊഡക്റ്റ് കാരണം അത് നമുക്ക് ടോക്സിക് ആയി മാറുന്നതും. ആൻഡ് സെക്കൻഡറി ടോക്സിസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ ടോക്സിക്കൻസ്, ദാറ്റ് ഈസ് ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡ്സ് ആ ഇതിൽ നമ്മൾ എക്സ്റ്റേർണലി ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് സെക്കൻഡറി ടോക്സിസിറ്റി. Inherent animal toxins are water soluble and heat labile. That is primary toxicants. ആ ഇൻഹെറൻ്റ് ആയിട്ട് ആ ആനിമലിന് ഉണ്ടാവുന്ന ടോക്സിൻസ് എല്ലാം എന്താണ്, വാട്ടർ സോല്യുബിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഹീറ്റ് ലബൈൽ. ഹീറ്റിൽ അത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെസ്ട്രോയ് ആയി പോകും. High concentration of these toxins are usually found in viscera and dark meats. That is primary toxins allam in viscera and the body il kanum, and also in dark meat lakke aayirikkum idu deposit ayi povuna. That is idinte metabolic products toxin aayittulla metabolic products deposit avunnathu adinte viscera and dark meat lakke aayirikkum idu deposit avunnathu. And most human poisoning involves secondarily transfected toxins. That is herbicides, pesticides ലൂടെയാണ് കൂടുതൽ നമുക്ക് ഹ്യൂമന് ആ ഫുഡ് പോയ്സണിങ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. സോ ആനിമൽ ഇൻടോക്സിക്കേഷനിൽ വരുന്ന മേജറായിട്ട് ഒരെണ്ണമാണ് സിഗ്വാറ്റെറ പോയ്സണിങ് എന്ന് പറയുന്നത്. സിഗ്വാറ്റെറ ഫിഷ് പോയ്സണിങ്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സിഗ്വാടോക്സിൻ. Okay, so Ciguatera fish poisoning is an illness caused by eating fish that contains ciguatoxin. Ciguatoxin എന്നൊരു ടോക്സിൻ ഉള്ള ഫിഷ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലാണ് സിഗ്വാറ്റെറ ഫിഷ് പോയ്സണിങ് വരുന്നത്. ദറ്റ് ഈസ് ഈ സിഗ്വാടോക്സിൻ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് ഫ്രം എ മൈക്രോ ആൽഗെ. ദറ്റ് ഈസ് ഈ സീയിലൊക്കെ കാണുന്ന മൈക്രോ ആൽഗെ അല്ലെങ്കിൽ കോറൽ റീഫ്സിലൊക്കെ കാണുന്ന ഒരു കോറൽ റീഫ്സിൽ വളരുന്ന ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സിഗ്വാടോക്സിൻ. ഈ സിഗ്വാടോക്സിൻ കഴിക്കുന്നത് കുഞ്ഞ്
fish ആയിരിക്കും. ആ ഫിഷിനെ കഴിക്കുന്നത് അതിനെക്കാട്ടിലും വലിയൊരു ഫിഷ് ആയിരിക്കും. സോ ആ ഒരു ഫുഡ് ചെയിനിലൂടെ പാസ് ചെയ്തിട്ട് ആ ഫിഷ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സിഗ്വേറ്ററ poisoning സംഭവിക്കുന്നത്. So ciguatera fish poisoning is caused by eating fish that contains the ciguatoxin. Ciguatoxin എവിടെ നിന്നാണ് വരുന്നത്? It is from a marine microalgae called 𝙤𝙤𝙧 𝘼𝙙𝙬 So 𝙤𝙤𝙧 𝘼𝙙𝙬 എന്ന് പറയുന്ന ഒരു മൈക്രോ ആൽഗയിലാണ് ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ടോക്സിൻ കഴിക്കുന്ന ഫിഷിൽ ഈ ടോക്സിൻ ഉണ്ടാവും. ആ ഫിഷ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ we will have this ciguatera poisoning. So over 400 species of fish involved includes sharks, eels, groupers. ഇതിലെല്ലാം ഈ ciguatera ടോക്സിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളത് പ്രോപ്പർലി അത് ക്ലീൻ ചെയ്യാതെയൊക്കെ അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആവുന്ന ആ ഒരു സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്യാതെയൊക്കെ കഴിക്കുകയാണെങ്കിൽ we will have the ciguatera poisoning. So the symptoms are paralysis, mild paralysis and gastrointestinal disturbances. So ciguatera poisoning ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ these are found in coral reefs. Coral reefsലുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് മൈക്രോ ആൽഗേസ് വരും ഈ കോറൽ റീഫ്സിൽ. ഈ റീഫ്സിലുള്ള മൈക്രോ ആൽഗയിലാണ് ഈ ടോക്സിൻ ഉള്ളത്. ഈ ടോക്സിൻ കഴിക്കുന്ന ഫിഷസിലുണ്ട്. ആ ഫിഷ് നമ്മൾ കഴിച്ചാലും അല്ലെങ്കിൽ ആ ഫിഷസിനെ കഴിക്കുന്ന കുറച്ചുകൂടെ ലാർജർ ഫിഷസ് നമ്മൾ കഴിച്ചാലും we will have this toxin and we will get infected. So coral reefs ഉണ്ട്, that is fed by these smaller fishes which is eaten. അതിലും വരും ഈ ciguatera toxin and which is eaten by a larger fish, and when it is not properly cleaned and when we have this we will get infected by this ciguatera food poisoning. So next is shellfish poisoning, that is shellfish il കാണുന്ന toxins വഴി നമുക്ക് വരുന്ന intoxication ആണ് shellfish poisoning. So it is caused by a group of toxins elaborated by planktonic algae വഴിയാണ്, that is dinoflagellates, Gorneolex satinella and Gorneolex tamarius upon which the shellfish feed. So ഈ നേരത്തെ നമ്മളുടെ ciguatera poisoning പോലെ തന്നെയാണ് ഫിഷസ് ഈ ആൽഗയിൽ ഫീഡ് ചെയ്യുമ്പോൾ ആ ആൽഗയിലൂടെ ആ ടോക്സിൻസ് നമ്മൾക്ക് വരുന്ന ഇൻഫെക്ഷൻ ആണ്, ഇൻടോക്സിക്കേഷൻ ആണ് shellfish poisoning. So toxins are accumulated and sometimes metabolized by the shellfish. So ഈ shellfish എല്ലാം ഈ ആൽഗയിൽ ഫീഡ് ചെയ്യുമ്പോൾ ഈ ടോക്സിൻസ് അവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ആ ഷെൽഫിഷ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ ഷെൽഫിഷ് പോയ്സണിങ് വരുന്നത്. So there are 20 toxins responsible for shellfish poisoning, and these are all derivatives of saxitoxin. So 20 toxins are related to paralytic shellfish poisoning, and these are all derivatives of saxitoxin. So saxitoxin ennu parayunnathu it is related to shellfish poisoning. The next one is diarrheic shellfish poisoning. So it is caused by a group of high molecular weight polyethers, that is 𝑜𝑥𝑖c acid, dinophysics toxins, pectinotoxins and 𝑠𝑂-toxin. So these are polyethers, high molecular weight polyethers, and these toxins allam will cause diarrheal shellfish poisoning. That is നമ്മൾ ഷെൽഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറിയ പോലത്തെ സിംറ്റംസ് ഒക്കെ വരുവാണെങ്കിൽ that is due to these toxins, that is 𝑜𝑥𝑖c acid, dinophysics toxin, pectinotoxins and 𝑠𝑂-toxins. Next വരുന്നത് neurotoxic shellfish poisoning, which affects the neural organs. It is result of the exposure to a group of again polyethers are called brevetoxins. So brevetoxins affects neurotoxic shellfish poisoning. അതേപോലെ 𝑜𝑥𝑖c acid അതെല്ലാം എഫക്ട് ചെയ്യുന്നത് will cause diarrheic shellfish poisoning. Saxitoxin causes paralytic shellfish poisoning. And last one is domoic acid. It is an unusual amino acid and it is a contaminant of shellfish and it causes amnesic shellfish poisoning. So shellfish poisoning le thanne nalenna undu: paralytic shellfish poisoning, diarrheic shellfish poisoning, neurotoxic shellfish poisoning and amnesic shellfish poisoning. Ee oro shellfish poisoning is caused by their respective toxins. So next intoxication nu parayunnathu scromboid poisoning. Scromboid poisoning ennu parayunnathu it is caused by ingestion of
food which contain high levels of histamine അല്ലെങ്കിൽ vasoactive amines compounds histamine ആയിട്ടുള്ള compounds rich ആയിട്ടുള്ള food products കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ക്രോംബേർഡ് പോയ്സണിങ് വരുന്നത്. സോ യൂഷ്വലി ഫിഷസിലൊക്കെയാണ് ഇത് കൂടുതലും സ്ക്രോംബേർഡ് പോയ്സണിങ് കാണുന്നത്. So, when this histidine പറയുന്ന amino acid decarboxylation വഴി ആണ് histamine produce ചെയ്യുന്നത്. So, ഈ histamine produce ചെയ്യുന്ന ഈ decarboxylation ആവുന്നത്, histidine decarboxylate ആവുന്നത് through bacterial contamination ആണ്. So, properly ഈ food product properly store ചെയ്യാത്തപ്പം എന്താണ് അവിടെ ബാക്ടീരിയ വരും. ആ ബാക്ടീരിയ ഈ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിസ്റ്റഡിൻ ഡീകാർബോക്സിലേറ്റ് ചെയ്തിട്ടാണ്. ഹിസ്റ്റഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഡീകാർബോക്സിലേറ്റ് ചെയ്യുമ്പം ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ആവും. ഈ ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് ത്രൂ ദിസ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ആണ്. സോ ഹിസ്റ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ കഴിക്കുമ്പം യൂഷ്വലി മെറൈൻ ഫിഷസ് ആണ്, ദാറ്റ് ഇസ് ട്യൂണ, ബോണിറ്റോസ്, മാക്രൽ, ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇതേപോലത്തെ ഡിസീസ് വരുന്നത്, ദാറ്റ് ഇസ് സ്ക്രോംബേർഡ് ഫിഷ് പോയ്സണിങ് വരുന്നത്. ടോക്സിക് പ്രിൻസിപ്പിൾ ഓഫ് സ്ക്രോംബേർഡ് ഫിഷ് പോയ്സണിങ് ഇസ് ഹിസ്റ്റമിൻ ഓർ ഹിസ്റ്റമിൻ ലൈക്ക് സബ്സ്റ്റൻസസ്, ഫോർ എക്സാമ്പിൾ സോറിൻ. നെക്സ്റ്റ് വരുന്നത്, സോ ഇതാണ് നമ്മൾ ഇത്രയും ഇൻടോക്സിക്കേഷനിൽ വരുന്ന മേജറായിട്ട് വരുന്നത്. ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ ഉണ്ട്, ഫംഗൽ ഇൻടോക്സിക്കേഷൻ ഉണ്ട്, ആൻഡ് കെമിക്കൽ ഇൻടോക്സിക്കേഷൻ ഉണ്ട്, പിന്നെ ആനിമൽ ഇൻടോക്സിക്കേഷൻസ്, പ്ലാന്റ് ഇൻടോക്സിക്കേഷൻസ് എല്ലാം വരും. സോ ബാക്ടീരിയയിൽ വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 ബാക്ടീരിയ വഴി: സ്റ്റാഫിലോകോക്കസ് ഓറിയസ്, ബാസിലസ് സീരിയസ്, ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ് ആൻഡ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. അതാണ് ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ. ഫംഗൽ ഇൻടോക്സിക്കേഷനിൽ വരുന്ന ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ വിച്ച് ഇസ് കോൾഡ് ആസ് mycotoxins. അതേപോലെ പല മൈക്രോ ഓർഗാനിസം, പല ഫംഗസ് അല്ലെങ്കിൽ പല മോൾഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന mycotoxins നമുക്ക് ഹെൽത്ത് ഇഫക്ട്സ്, ദീസ് നമ്മൾ കണ്ടതുപോലെ എല്ലാ mycotoxinസും ഈസ് പൊട്ടൻഷ്യലി കാർസിനോജനിക്. പിന്നെ വരുന്നതാണ് കെമിക്കൽ ഇൻടോക്സിക്കേഷൻ ബൈ ഹെവി മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന മീറ്റിലൂടെ, പോൾട്രിയിലൂടെ എല്ലാം നമുക്ക്. ആൻഡ് ഓൾസോ ഇൻറ്റൻഷനലി നമ്മൾ ഈ കെമിക്കൽസ് ആഡ് ചെയ്താലും ദിസ് വിൽ ബി പോയ്സണസ് ടു ഹ്യൂമൻസ്. സോ അതുവഴി വരുന്നതാണ് കെമിക്കൽ ഇൻടോക്സിക്കേഷൻ. പിന്നെ വരുന്നത് ബയോ ഇൻടോക്സിക്കേഷൻ, ദറ്റ് ഈസ് പ്ലാന്റിൽ ഏതെങ്കിലും, ചിലപ്പം പ്ലാന്റിൻ്റെ സീഡ് ആവാം, ലീഫ് ആവാം, അതിൽ ഈ ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഇൻടോക്സിക്കേഷൻ വരും. ആനിമൽ ഇൻടോക്സിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ സിഗ്വേറ്ററ പോയ്സണിങ്, ഷെൽഫിഷ് പോയ്സണിങ്, സ്ക്രോംബേർഡ് പോയ്സണിങ്, ഇതൊക്കെയാണ് ആനിമൽ ഇൻടോക്സിക്കേഷനിൽ വരുന്നത്. പിന്നെ അതർ ബയോടോക്സിൻസ് ആണ് പൈറോളിസിഡിൻ ആൽക്കലോയിഡ്സ്. പൈറോളിസിഡിൻ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ നാച്ചുറലി ഒക്കറിങ് ടോക്സിൻസ് ഫൗണ്ട് ഇൻ പ്ലാന്റ് മെറ്റീരിയൽസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്ലാന്റിലുള്ള സീഡ് ആവാം, അല്ലെ ബാർക്ക് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ എന്തെങ്കിലും പാർട്സ് ആവാം, ലീഫ് ആവാം, ഇതെല്ലാം നമ്മൾ ഫ്ലവർ ആവാം, ഇതെല്ലാം കഴിക്കുമ്പം നമുക്ക് വരുന്ന toxication ആണ്. That might be due to these alkaloids, that is pyrolysidine alkaloids. Next is phytohemagglutinin. So phytohemagglutinin is found in red kidney bean and it causes red kidney bean poisoning. That is ഈ ഹീമഗ്ലോട്ടിനിൻ ഒക്കെ നമ്മൾ കൂടുതലും നമ്മൾ പൾസസ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇത് ഈ അഗ്ലൂട്ടിനിൻ പോലത്തെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രൈമറി ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഈ പ്ലാന്റ് മെറ്റീരിയൽസിൽ അവരുടെ മെറ്റബോളിക് പ്രോസസ്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ആണ്. ദീസ് ആർ വാട്ടർ സോല്യുബിൾ ആൻഡ് ഹീറ്റ് ലെവൽ. ദറ്റ് ഈസ് അത് വാട്ടറിൽ സോല്യുബിൾ ആവും, വാട്ടറിൽ ഡിസോൾവ് ആയി പോകും. സോ അതുകൊണ്ടാണ് നമ്മൾ ചില പൾസസ് ഒക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഓൾസോ നല്ലോണം തറോലി കുക്ക് ചെയ്താൽ ഈ ടോക്സിൻസ് ഒക്കെ inactivate ആയി പോകും. So this red kidney bean poisoning is caused by phytohemagglutinin. Next is 𝙤𝙤𝙧. 𝙤𝙤𝙧 is a honey intoxication. The honey bees, rhododendron genus ലുള്ള flower, that is a pink colored flower. ഈ pink flowerൽ അതിൻ്റെ നെക്ടർ എടുത്തിട്ട് വരുന്ന ഹണി, ഹണി ബീസിൽ ആ ഹണിയിൽ വരുന്ന ഒരു ഇൻടോക്സിക്കേഷൻ ആണ് ഗ്രായണോടോക്സിൻ. സോ നെക്സ്റ്റ് ടോക്സിൻ എന്ന് പറയുന്നത് ജെംപിലോടോക്സിൻ ആണ്. ഈ ജെംപിലോടോക്സിൻ കാണുന്നത് എസ്കോലാർ എന്ന് പറയുന്ന ഓയിൽ ഫിഷിലെല്ലാം കാണുന്ന ഒരു ടോക്സിൻ ആണ്. ഇറ്റ് കോസസ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇൽനെസ്. സോ ദാറ്റ് ഈസ് ജെംപിലോടോക്സിൻ.
Last one is tetrodotoxin. Tetrodotoxin എന്ന് പറയുന്നത് ഒരു ന്യൂറോടോക്സിൻ ആണ്. It is found in most of the marine fishes, especially puffer fishൽ കാണുന്നതാണ് ഈ tetrodotoxin. It is also highly lethal, highly fatal ആണ്. That is tetrodotoxin. So ഇതൊക്കെയാണ് foodborne intoxication വരുന്ന major food related അല്ലെങ്കിൽ bacteria related, fungal related, chemical related ആയിട്ടുള്ള toxins, animal and plant related toxins വരുന്നത്. So ഇത്രയാണ് foodborne intoxication വരുന്നത്. So foodborne diseases ന്റെ ക്ലാസ് നമുക്ക് രണ്ടായിട്ടാണുള്ളത്. One is previous classൽ നമ്മൾ foodborne infection പഠിച്ചു, and in this class it was foodborne intoxication. So Earnest Academyയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ കോഴ്സ് അവൈലബിൾ ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. താങ്ക് യു.